മിക്ക പിള്ളേരും ഇപ്പം കുറേ നാളായിട്ട് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ സ്കില്ലിങ് ഇഷ്യൂസ്. അപ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇപ്പം ജന്മന ഉണ്ടാവുന്നതല്ല, ഞങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എത്രത്തോളം എക്സ്പീരിയൻസസ് കൂടുന്നോ അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് കൂടും. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ലീഡർ റോൾ ചെയ്യണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ കോൺഫിഡൻസ് വേണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിനൊപ്പം തന്നെ നമ്മുടെ കോളേജിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ഒന്ന് പങ്കെടുത്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് കുഞ്ഞ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, പക്ഷെ അതിൽ കയറി ഒരു റോൾ എടുക്കുക. അപ്പോൾ നാളെ ഒരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ കഥ ഉണ്ടാക്കി പറയല്ല. ഒരു ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ യെസ് ഐ ഡിഡ് ഇറ്റ്, എനിക്കറിയാം ലീഡർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഈ ഒരു പീരീഡിനുള്ളിൽ മാക്സിമം ഗ്യാദർ ചെയ്താൽ താനേ കോൺഫിഡൻസ് കൂടും. ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ്. പക്ഷേ അതിനൊരു അവസരം കൂടെ കിട്ടണ്ടേ? അവസരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഭയങ്കര കൂടുതലാണെന്നാണ് ഞാൻ പറയാം. കാരണം വേറൊന്നുമല്ല, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു റീൽ എടുത്തിടണമെന്നുണ്ട ഒരു സാധനമാണെന്ന് വെച്ചോ, ഒരാളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് റാൻഡം ആയിട്ട് പോയിട്ട് ഒരു റീൽ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുമായിട്ട് കംഫർട്ടബിൾ ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇപ്പോൾ സെമിനാർസ്, കോൺഫറൻസസ്, എന്തോരം സ്ഥലങ്ങളിലാണെന്ന് പറയുക കോൺഫറൻസസ് നടക്കുന്നത്. അതിൽ അറ്റൻഡ് ചെയ്യാൻ പോവാം, പേപ്പർ പ്രസൻറ്റ് ചെയ്യണോ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കമ്പനികൾ കോളേജുകളിൽ വന്നിട്ട് അവരുമായിട്ടുള്ള ടോക്സുകളുണ്ട്. ഇല്ലേ, നിങ്ങൾക്ക് തന്നെ കോളേജുകളിൽ എന്തോരം ടോക്സ് ഉണ്ട്, അവരോട് പോയി സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം പണ്ടത്തേനേക്കാളും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്, പണ്ട് നമുക്കൊന്നും ഒരു ഓൺലൈൻ സെഷൻ ഇല്ല. ഇന്ന് എല്ലാ മെയിനായിട്ടുള്ള ആൾക്കാരെയും വെച്ച് ഒരു സെഷനും ഉണ്ട്. എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ട് സീരിയസ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്? ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതല്ല, ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാത്തതാണ് ഞാൻ പറയും. കാരണം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ അത്രയും ചാൻസസ് ഉണ്ട്. ഇനി സ്കില്ലിങ്ങിന് പണ്ടത്തെ ആണെങ്കിൽ നമുക്ക് എന്താ ഒന്നോ രണ്ടോ ട്രെയിനിങ് പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഒരു സ്ഥലത്ത്. ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് അരിസോണ യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം, കോസറയോ ലിങ്ക്ഡിനോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അത്രയും ലാലിസൺ ഇതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ലേൺ ഉണ്ട്. എന്തോരം കമ്പനികളാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പണ്ട് അങ്ങനെ ഇല്ല. അപ്പോൾ അത്രയും ഡിഫറൻസ് വന്നു. സ്കില്ലിങ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, കമ്പനികളുടെ തന്നെ സ്കില്ലിംഗ് ഉണ്ട്. ഇനി CSR ആക്ടിവിറ്റീസ് ഉണ്ട്. പഠിക്കാനാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എടുക്കാനുള്ള സ്വയം പോർട്ടൽ ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ കോഴ്സ്? അപ്പോൾ അങ്ങനെയുള്ള സ്വയം പോർട്ടൽ ഉണ്ട്. ഇനി അതല്ല, ഓഡിറ്റായിട്ട് പഠിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം എടുക്കുമ്പോൾ നമുക്ക് സ്കില്ലിങ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ KDISC പറയുകയാണെങ്കിൽ KDISC തന്നെ നമ്മൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഫൗണ്ടേഷൻ മോഡ്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലിങ്ക്ഡിൻ കോഴ്സറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ഇത് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അവസരങ്ങളുണ്ട്. ഇതെല്ലാം എടുത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്വയം നമ്മൾ പറയില്ലേ കണ്ടുപിടിച്ച് അവയർനെസ് ഉണ്ടാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസിൽ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അതിനെ ഇറക്കിത്തിരിക്കുക എന്നുള്ളതാണ്. ഇഫ് യു ഹാവ് എ പ്രോബ്ലം, കോൺഫിഡൻസ് പറഞ്ഞൊരു വൺ മൊത്തം സാധനമല്ല, ഓരോന്നിലും ഉണ്ട്. ഇപ്പം ഐ എം റിയലി കോൺഫിഡൻറ്റ് പബ്ലിക് സ്പീക്കിങ്ങിൽ അടിപൊളിയാണെന്ന് വിചാരിക്കും, പക്ഷേ എനിക്ക് വേറെ പേടിയുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തിലാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് അതിൽ നിങ്ങൾ തന്നെ പോവുക, അതിൽ മെല്ലെ എന്താ പറയുക എക്സ്പീരിയൻസസ് ബിൽഡ് ചെയ്യുക, ചെറുതായിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുക. സോ നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക വിച്ച് ഫീൽഡ് യു വോണ്ട് ടു ഹാവ് ദ കോൺഫിഡൻസ്. അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് അതിന് വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. ചെറിയ വലിയ എക്സ്പീരിയൻസസ് ചെയ്യരുത്. ഇപ്പം നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിൽ പ്രോബ്ലം ഉണ്ട്, നേരെ പോയിട്ട് ഒരു 500 പേരുടെ സദസ്സ് കയറിയാൽ ഞാനൊന്ന് പൊളിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. പകരം ഒരു 5 പേരുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ സംസാരിക്കുന്നതായിരിക്കാം, പിന്നെ അതൊരു 10 പേരോ 20 പേരുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ സംസാരിക്കുന്നതാവാം. അങ്ങനെ ഗ്രാജ്വലി ബിൽഡ് ചെയ്യുന്നു. 500 വുഡ് ബി യുവർ പ്ലേസ് വെയർ യു വോണ്ട് ടു റീച്ച്. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെൻറ്റേഴ്സ് ഉണ്ടാകുന്നത് ഇമ്പോർട്ടൻ്റാണ്. യു ഷുഡ് ഹാവ് മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജെൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാതിയുള്ളൊരു സംഭവമാണ് ഉപദേശം കേൾക്കില്ല എന്ന് പറയുന്ന സാധനം. അത് ഉപദേശം കേൾക്കണം എന്ന് ഞാൻ പറയില്ല, ബട്ട് യു ഷുഡ് ഹാവ് പേഴ്സ്പെക്റ്റീവ്സ്. ഒരേ കാര്യത്തിനെ പറ്റി പലരുടെയും പേഴ്സ്പെക്റ്റീവ്സ് കേൾക്കണം. ഒരാൾ പറഞ്ഞത് അതുപോലെ നിങ്ങൾ ചെയ്യണം, പക്ഷെ കുറേ പേരെടുത്ത് കേൾക്കണം ഒരു സാധനത്തിന്. എന്നിട്ട് യു ഡിസൈഡ് വിച്ച് ഇസ് മോർ സെൻസിബിൾ. അത് ആലോചിച്ചോ, കാരണം നിങ്ങളെല്ലാം അഡൾട്ടായി നിൽക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് ഓപ്ഷൻസ് നിന്ന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പേഴ്സ്പെക്റ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട്, ഓപ്ഷൻസ് അറിയാത്തത് കൊണ്ട് എടുക്കാൻ പറ്റാണ്ട് വരും. സോ അവിടെയാണ് മെൻറ്റേഴ്സിൻ്റെ റോള് വരുന്നത്. ഇറ്റ് മേ ബി ടീച്ചേഴ്സ്, ഇറ്റ് മേ ബി സംവൺ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പോയൊരു സീനിയർ ആവാം. ഇറ്റ് കുഡ് ബി എനിവൺ.
നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീൽഡിലേക്ക്. ഇപ്പോൾ എയറോനോട്ടിക്കലിലേക്ക് പോകാനായിട്ട് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളുടെ അച്ഛനോ അമ്മയ്ക്കോ ആയിരിക്കില്ല അതിനെക്കുറിച്ച് പറയാൻ പറ്റുക. ഇറ്റ് ഡസൻറ്റ് നോ. പക്ഷേ അതിലുള്ളൊരു ഫീൽഡിൽ ഒരു എക്സ്പേർട്ടിനായിരിക്കും അതിൻ്റെ കരിയർ സാധ്യതകളോ അല്ലെങ്കിൽ അതിലെ മേഖലകളെ കുറിച്ച് പറയാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ആക്ച്വലി ബിൽഡ് എക്സ്പീരിയൻസസ്, ഐഡിയാസ് കിട്ടും, കോൺഫിഡൻസ് മെല്ലെ 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 ഡെവലപ്പ് ചെയ്യുക. ലോങ് ടേം പ്രോസസ്സാണ്, ഒറ്റ ദിവസം കൂടെ നടക്കില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്, ഇപ്പം നമ്മുടെ ജനറേഷൻ തന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞൊരു മെന്റാലിറ്റിയാണ് ഇപ്പം. അതായത് അവിടുത്തെ ഒരു ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവിടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാം, അവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി? ഓക്കെ, ഈ മൈ ലൈഫ് മൈ റൂൾസിനോട് എനിക്ക് യാതൊരു എതിരഭിപ്രായമില്ല കേട്ടോ, നല്ല കാര്യമാണ്. പക്ഷേ ദെയർ കമ്പനി ദെയർ റൂൾസ്, അവിടെയാണ് പ്രശ്നം. നമുക്ക് ആ കമ്പനിയിൽ നിൽക്കണമെങ്കിൽ അവരുടെ റൂൾസ് ഫോളോ ചെയ്യണം. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, എനിക്ക് ഇതല്ല എൻ്റെ വേറൊരു വൈബാണ്, എനിക്ക് അങ്ങനെയുള്ള റൂൾസ് ഉള്ളൊരു കമ്പനി, യു സ്റ്റാർട്ടഡ്. ബട്ട് അവിടെ പോയിട്ട് നമ്മൾ അങ്ങനെ വേണമെന്ന് ചെയ്ത് അവിടുത്തെ ഓർഗനൈസേഷൻ കൾച്ചറിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ചിലപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ പ്രൊഡക്ടിവിറ്റിനെ അത് ബാധിക്കും. ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു ഹയറിംഗ് പ്രോസസ്സിന് ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ജോബ് സീക്കേഴ്സിന് അത് അറിയുമോ എന്നറിയില്ല. അതായത് ഒരു കോസ്റ്റ് ഇൻവോൾവ് അതിൽ. അതായത് നിങ്ങളുടെ റെസ്യൂമെ സോർട്ട് ചെയ്യുന്ന തൊട്ട് നിങ്ങൾ അവിടെ വിളിച്ചു വരുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഒരാളായിരുന്നു സെറ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് അയാൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അയാളെ പ്രോസസ്സ് ചെയ്ത് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പുള്ള ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന, ഇതിനൊരു കോസ്റ്റ് ഇൻവോൾവാണ്. മാൻ അവേഴ്സിൻ്റെ ഇതിൽ കൂട്ടാണ് ഒരു കോസ്റ്റ് ഇൻവോൾവാണ്. ഇത് കഴിഞ്ഞാണ് നിങ്ങൾ ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ദർ ഇസ് എ കോസ്റ്റ് ഇൻവോൾവ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നെ ആ കോളേജും ചിലപ്പോൾ ആ കുട്ടികളെ എടുക്കില്ല. സീൻ കമ്പനീസ് ഡൂയിങ് ദാറ്റ്. അവർ പറയുമോ കഴിഞ്ഞ പ്രാവശ്യം ആ കോളേജിൽ നിന്ന് എടുത്തിട്ട് അതിന് ശേഷം അവിടെ നിന്ന് കുട്ടിയെ നിങ്ങൾ നിർത്തി, കാരണം അവിടെ നിന്ന് 3-4 പേര് ഒറ്റയടിക്ക് പോയത്. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്ന ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എഫക്റ്റിംഗ് യു, ബട്ട് നിങ്ങൾക്ക് ശേഷം വരുന്നവരെയും കൂടി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു നമ്മൾ പറയില്ലേ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധം. പിന്നെ അതേപോലെ ഇനി പോവുകയാണ്, ഒരു 1 month 2 months കഴിഞ്ഞ് പോവുകയാണെങ്കിൽ വെറുതെ ഒന്നും പറയാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ഇന്നലെ വൈകുന്നേരം ഓഫീസിൽ വന്നു, ഇന്ന് പിറ്റേന്ന് പോകുന്നില്ല, സോ 2 days 3 days കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ലല്ലോ. നമ്മൾ എവിടെയാണെങ്കിലും അത് ഏത് ജനറേഷൻ ആണെങ്കിലും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇഫ് യു ഹാവ് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആണല്ലോ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കമ്മിറ്റ് ചെയ്തു, ജോബിന് ഞാൻ വരുന്നു എന്ന് പറഞ്ഞു, ഒരു സുപ്രഭാതം നിങ്ങൾക്ക് അങ്ങനെ എബ്സ്കോണ്ടിങ് ആവാൻ പറ്റില്ല. യു ഷുഡ് ബി റെസ്പോൺസിബിൾ, യു ഷുഡ് ഇൻഫോം ദം, അങ്ങനെ ഒരു കാര്യം ചെയ്യണം. പിന്നെ അതേപോലെ കമ്പനികൾ ഇപ്പോൾ ഒരു 3-6 months അവർ നിങ്ങൾക്ക് എല്ലാ ട്രെയിനിങ്ങും തന്നു. ഈ ട്രെയിനിങ് മുഴുവൻ കിട്ടിയിട്ട് ദ മൊമെൻറ്റ് യു ഹാവ് ടു പെർഫോം, അന്നേരം പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി ഐ കാൺ റിലേറ്റ് ടു ദാറ്റ്. അതായത് നമുക്കൊരു കമ്പനി ഇത്രയും ട്രെയിനിങ് തന്നിട്ട് അവിടെ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് അടുത്ത കമ്പനിയിലേക്ക് പോകുന്ന ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. ബട്ട് ദേ മേ ഹാവ് ദെയർ ഓൺ റീസൺസ്, ബട്ട് അത് ഓക്കെ അല്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നെ അവരത് ചെയ്യില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു മൈ ലൈഫ് മൈ റൂൾസ് ഇസ് ഓക്കെ, ബട്ട് ഇഫ് യു ഗോ ടു എ കമ്പനി ദെൻ യു ഹാവ് ടു അബൈഡ് ദ റൂൾസ്. അവിടുത്തെ റൂൾസ് അബൈഡ് ചെയ്യാം. കമ്പനികൾ മാറി തുടങ്ങി, അവരും അക്കോമഡേറ്റ് ചെയ്ത് തുടങ്ങി, പുതിയ ജനറേഷൻ്റെ രീതികൾക്കനുസരിച്ച് മാറുന്നുണ്ട്. ബട്ട് ഇറ്റ് ടേക്സ് ടൈം അല്ലേ. അപ്പോൾ അതുവരെ നമുക്ക് അവരുടെ റൂൾസ് അനുസരിച്ച് കുറച്ചൊക്കെ ഒന്ന് ഒരു മ്യൂച്വൽ ഇതിലേക്ക് പോകാം എന്നുള്ളതാണ് റെസ്പെക്റ്റിൽ.